നമസ്കാരം കൂട്ടുകാരെ, നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസത്തിലേക്ക്, നമ്മുടെ വായനാ ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ പ്രിയ കഥാകാരി മാധവിക്കുട്ടിയുടെ കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന കഥയാണ് വായിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ അയാൾ ഉൾനാട്ടിലുള്ള തൻ്റെ വീടിൻ്റെ പടിക്കൽ സർക്കാർ വക ജീപ്പിൽ വന്നിറങ്ങിയപ്പോൾ ഉമ്മറത്ത് ഒരു ചാരുകസേരമേൽ കിടക്കുകയായിരുന്ന അമ്മ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. കമലം, ആരാ വന്നിരിക്കണേ? അവർ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കണേ? വിധവയായ മൂത്ത മകൾ ഒരു തോർത്തുമുണ്ടുകൊണ്ട് തലയും ചെവിയും മൂടി ഉമ്മറത്തിണ്ണമേൽ ചൂളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അവർ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്ന് പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണിറുക്കിക്കൊണ്ട് നോക്കി. തടിയനും കഷണ്ടിത്തലയനുമായ ഒരു മധ്യവയസ്കൻ പടി കടന്നു വരികയായിരുന്നു. ആര്? ഗോപിയോ? അവർ അയാളെ തൻ്റെ പരുക്കൻ സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു. എന്താ ഇങ്ങനെ ആരെയും അറിയിക്കാണ്ട ഒരു വരവ്? ആരാ അത് കമലം? അമ്മ ചോദിച്ചു. ഇത് ഞാനാണമ്മേ, ഗോപി, അയാൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. ആരാ കമലം? ആരാ വന്നിരിക്കണേ? അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. അമ്മ എന്തിനാ അങ്ങനെ പേടിക്കണേ? ജ്യേഷ്ഠത്തി ചോദിച്ചു. അമ്മയ്ക്ക് ഗോപിയെ ഓർമ്മയില്ലാണ്ടായോ? അയാൾ അമ്മയുടെ നേർക്ക് കുനിഞ്ഞ് തൻ്റെ മുഖം അവരുടെ ചുക്കിച്ചുളിഞ്ഞ കവിളുകളോടടുപ്പിച്ചു. അമ്മേ, ഇത് ഞാനാണ്, ഗോപി, അയാൾ പറഞ്ഞു. ഗോപിയോ? എന്താ കമലം ഈ കേൾക്കണേ? അവൻ്റെ സ്കൂള് പൂട്ടിയോ? അമ്മ ചോദിച്ചു. അമ്മയ്ക്ക് ഈയിടെയായിട്ട് അങ്ങനെയാണ്, ജ്യേഷ്ഠത്തി പറഞ്ഞു. ചിലപ്പോൾ യാതൊരു ഓർമ്മയില്ല, ചിലപ്പോൾ നല്ല ഓർമ്മയാ. അപ്പോൾ ചോദിക്കും ഗോപിയുടെ കത്ത് വന്നോ എന്ന്. അപ്പോൾ ഞാൻ പറയും വന്നു വന്നു, ഗോപിക്കും വിമലയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖാണെന്ന്. ഒരു കൊല്ലായി കത്ത് വന്നിട്ട് എന്ന് എന്തിനാ പറയണേ? അമ്മയെ വ്യസനിപ്പിച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞ കൊല്ലം എനിക്ക് ഉദ്യോഗക്കയറ്റം കിട്ടി. അതിനുശേഷം എനിക്ക് എല്ലായ്പ്പോഴും പണിത്തിരക്കാണ്. സർക്കീട്ടിനും പോണം, കത്തെഴുതാൻ സമയം കിട്ടാറില്ല, അയാൾ പറഞ്ഞു. എന്നാൽ വിമലയെ കൊണ്ട് എഴുതിച്ചൂടെ? ജ്യേഷ്ഠത്തി ചോദിച്ചു. അതോ അവൾക്കുണ്ടോ ഈ പണിത്തിരക്ക്? ആരോടാ നീ ഇങ്ങനെ പിറുപിറുക്കണത്? അമ്മ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കണേ? ഞാൻ പറഞ്ഞില്ലേ ഗോപിയാണെന്ന്, ജ്യേഷ്ഠത്തി ചോദിച്ചു. ഗോപിയോ? അവൻ ഡൽഹിയിലല്ലേ? അമ്മ ചോദിച്ചു. അതെ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണമ്മേ, അയാൾ പറഞ്ഞു. ആരെയോ ഗോപി കല്യാണം കഴിച്ചിരിക്കണേ? അമ്മ സ്വരം താഴ്ത്തിക്കൊണ്ട് മകളോട് ചോദിച്ചു. ആരാ അവൻ്റെ ഭാര്യ? വിമല, ഓർമ്മയില്ലേ അമ്മയ്ക്ക്? ജ്യേഷ്ഠത്തി ചോദിച്ചു. അമ്മ വിമലയെ മറന്നോ? കളക്ടർ നമ്പ്യാരുടെ മൂത്ത മകള് വിമല. ഞാൻ ആ പേര് മറന്നു, അമ്മ പറഞ്ഞു. ഗോപിയുടെ കത്ത് വന്നുവോ കമലം? ഇന്നും കത്ത് വന്നില്ലേ? ഉവ്വ്, അവൻ്റെ കത്ത് നിത്യം വരാറുണ്ട്, ജ്യേഷ്ഠത്തി പറഞ്ഞു. അവൻ്റെ കത്ത് വന്നില്ലെങ്കിൽ എൻ്റെ വയറ്റിൽ തീയാണ്, അമ്മ പറഞ്ഞു. അത് അവനറിയാം, അതുകൊണ്ടാ അവൻ നിത്യം കത്തയക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ജ്യേഷ്ഠത്തി അയാളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. നിനക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ആരാ ഈ നിൽക്കണേ? അമ്മ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കണേ? ഇത് ഞാനാണ്, അയാൾ പറഞ്ഞു. തിരുവനന്തപുരം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. നിങ്ങളുടെ അമ്മ ഇവിടെ എവിടെയാ താമസിക്കണേ? അമ്മ ചോദിച്ചു. ഇവിടുന്ന് കുറേ ദൂരണ്ടാ? ഇല്ല, ദൂരമില്ല, അയാൾ പറഞ്ഞു. ഈ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് വയ്യ, ജ്യേഷ്ഠത്തി പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് തൻ്റെ ചെറിയ തോൽപ്പെട്ടി തിണ്ണമേൽ വെച്ചു. പിന്നീട് അത് തുറന്ന് അതിലെ സാമാനങ്ങൾ അവിടെ നിരത്തി. ഷർട്ടുകൾ, കാലുറകൾ, ഫയലുകൾ, ക്ഷൗരസാമഗ്രികൾ. ഗോപിയെ അറിയോ? അമ്മ ചോദിച്ചു. അവൻ ഡൽഹിയിലാ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാ. അവന് കേസരി യോഗമുണ്ട്, അതുകൊണ്ടങ്ങനെ അടിക്കടി കയറ്റം. അവന് 2500 ഉറുപ്പ്യ ശമ്പളമുണ്ട്. അവനെ അറിയോ?
അറിയും, അയാൾ പറഞ്ഞു. അവനോട് പറയൂ എനിക്കൊരു ചകലാസ് കൊടുത്തയക്കാൻ. അമ്മ പറഞ്ഞു. ഇവിടെ രാവിലെ മഞ്ഞ് സഹിക്കില്ല. എനിക്കാണെങ്കിൽ നീരിറക്കം പിടിച്ചാൽ അതൊട്ട് മാറൂല്ല. ഒരു ചകലാസ് അയക്കാൻ പറയൂ. ചുവന്ന നിറം മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒന്ന്. അവൻ മദിരാശി പഠിക്കുമ്പോൾ കൊണ്ടുവന്നതാണ്. അതപ്പടി കീറി. ഇപ്പോൾ അത് ഉപയോഗിക്കാൻ വയ്യ. ഒരു നൂലാമാലയാ. ഗോപിയോട് അയക്കാൻ പറയോ ഒരു ചുവന്ന ചകലാസ്? പറയാം, അയാൾ പറഞ്ഞു. മറക്കരുത് കേട്ടോ, അമ്മ പറഞ്ഞു. ഇവിടുത്തെ മഞ്ഞ് സഹിക്കില്ല. ഞാൻ ഇനി പോയി കുറച്ച് കിടക്കട്ടെ. ഇരുന്ന് എൻ്റെ പിരടി കടഞ്ഞു. അമ്മയെ അകത്ത് കൊണ്ടുപോയി ആക്കിയതിന് ശേഷം അയാളുടെ ജ്യേഷ്ഠത്തി ഉമ്മറത്തേക്ക് മടങ്ങി വന്നു. ഗോപി എന്തിനാ വന്നിരിക്കണേ? അവൾ ചോദിച്ചു. അമ്മയെ കാണാൻ മാത്രമല്ല. അതെയോ? അവിടെ ചെലവുകൾ കൂടിക്കൂടി വരികയാണ്, അയാൾ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് 4 കുട്ടികളായല്ലോ. എൻ്റെ ശമ്പളം കൊണ്ട് ഒന്നിനും തികയുന്നില്ല. കുറച്ചൊരു അന്തസ്സിൽ ജീവിക്കുകയും വേണമല്ലോ. എൻ്റെ പേരിലുള്ള നിലം വിറ്റ് പണമാക്കിയാൽ അതെനിക്ക് വലിയ ഉപകാരമാവും. അതിനെപ്പറ്റി ഏട്ടത്തിയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നിലം വിറ്റ് നിന്റെ ഓഹരിയും കൊണ്ട് നീ നിന്റെ പാട്ടിന് പോവും. പിന്നെ നിന്നെ ഒന്ന് കാണാനും കൂടി കഴിയില്ല, ജ്യേഷ്ഠത്തി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അയാൾ പറഞ്ഞു. സൗകര്യപ്പെടുമ്പോൾ ഞാൻ വരാം. നിന്റെ സൗകര്യം, ജ്യേഷ്ഠത്തി നീരസത്തോടെ പറഞ്ഞു. 5.5 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ നിനക്ക് സൗകര്യം കിട്ടിയത്? അമ്മയ്ക്ക് 83 ഇന്നോ നാളെയോ എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. അമ്മയെ വന്നു കാണാൻ നിനക്ക് ഇത്ര കാലം തോന്നിയില്ലല്ലോ. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ, അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ ഗോപി? ജ്യേഷ്ഠത്തി ചോദിച്ചു. കീറിപ്പൊളിഞ്ഞ ചകലാസ്. ചകലാസ് എന്നാൽ കമ്പിളി പുതപ്പ്. ഈ കഥയിലൂടെ ഓർമ്മകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെയും ആ അമ്മയെ നിറഞ്ഞ മനസ്സോടെ പരിചരിക്കുന്ന മകളെയും സ്വത്തും പണവും മാത്രമാണ് ജീവിതത്തിൽ വലുത് എന്ന് ചിന്തിക്കുന്ന മകനെയും നമുക്ക് മുൻപിൽ കഥാകാരി കാണിച്ചു തരുന്നു. വർഷങ്ങളായി അമ്മയെ ഒരു നോക്കു കാണാൻ പോലും വരാത്ത, ഒരു കത്തുപോലും അയക്കാത്ത ഗോപി അതിനെ ജോലി തിരക്കുന്ന മുടന്തൻ ന്യായം കൊണ്ട് ന്യായീകരിക്കുമ്പോൾ ഗോപിയുടെ കത്തുകൾ നിത്യവും വരാറുണ്ടെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് അത്രയെങ്കിലും സന്തോഷം ലഭിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കമലത്തിൻ്റെ ഹൃദയശുദ്ധിയും ഇതിലൂടെ കഥാകാരി നമുക്ക് മുമ്പിലെത്തിക്കുന്നു. മുമ്പെപ്പോഴോ മകൻ കൊടുത്ത ഒരു ചകലാസ് ഓർമ്മ തിരികെ കിട്ടുന്ന നിമിഷങ്ങളിലെല്ലാം ആ വൃദ്ധ ഓർത്തെടുക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ആ മകനെക്കുറിച്ചാണ്. എന്നാൽ ഗോപി സ്വത്തും പണവും മാത്രം ഓർത്തുവെക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റെല്ലാ ബന്ധങ്ങളും ചകലാസിനേക്കാൾ, കീറിപ്പൊളിഞ്ഞ ചകലാസിനേക്കാൾ പ്രാധാന്യമില്ലാത്തതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇത്ര കാലം നിനക്കെന്തേ അമ്മയെ വന്ന് കാണാൻ തോന്നാത്തേ എന്ന കമലയുടെ ചോദ്യത്തിന് അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ എന്ന അയാളുടെ മറുപടി സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന അത്രയേറെ സ്വാർത്ഥനായ ഒരു മനുഷ്യനെ ആണ് നമുക്ക് കഥാകാരി ഇതിലൂടെ കാണിച്ചു തരുന്നത്. സ്വന്തമായി ഒരു മേൽവിലാസമുണ്ടാകുമ്പോൾ ജനിച്ച നാടും വീടും എന്തിനേറെ മാതാവിനെ തന്നെ മറക്കുന്ന മനുഷ്യനെ വളരെ വ്യക്തമായി ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ ഗോപി എന്ന മറുചോദ്യം കമല ചോദിക്കുന്നതിലൂടെയാണ് പ്രിയ കഥാകാരി ഈ കഥ അവസാനിപ്പിക്കുന്നത്. കേവലം ഒരു ചകലാസിൻ്റെ വില പോലും ബന്ധങ്ങൾക്ക് കൽപ്പിക്കാത്ത, സൗകര്യപൂർവ്വം എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ഗോപിയോട് ഒരു ദേഷ്യം നമുക്ക് തോന്നുന്നു. ഒപ്പം വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവിനിടയിലും മകനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അമ്മയെയും എല്ലാത്തിനും സാക്ഷിയാകേണ്ടി വരുന്ന കമലത്തിൻ്റെ അവസ്ഥയെയും കുറിച്ച് ഒരു വിങ്ങൽ കൂടി ബാക്കിയാക്കി കഥാകാരി ഈ കഥ അവസാനിപ്പിക്കുന്നു. മാധവിക്കുട്ടി 1939 തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർകുളത്ത് ജനിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ പ്രശസ്തയായ എഴുത്തുകാരി. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. വർഷങ്ങൾക്ക് മുൻപ് നീർമാതളം പൂത്തകാലം, മാനസി, എൻ്റെ കഥ തുടങ്ങി ഒട്ടേറെ രചനകൾ നമുക്ക് നൽകി. എല്ലാവർക്കും ഈ ഒരു കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ കൂട്ടുകാരെ. നന്ദി, നമസ്കാരം.